അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് നേരെ അടുക്കളയിലോട്ടാട്ടോ പോകുന്നത്. രാത്രി ഇനി എന്ത് ഫുഡ് ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് രാവിലെ ദോശ ഉണ്ടാക്കിയ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുപ്പ് ഇടാൻ വേണ്ടി നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കാമെന്ന്. മക്കൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഈ മസാല ദോശ കേട്ടോ. അപ്പോൾ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇതാ ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, പരിപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കഷ്ണങ്ങളാക്കിയ നമ്മളെ സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി നമ്മളെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം പറന്ന് ഉപ്പ് ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെന്ത് വരുമ്പോൾ ലാസ്റ്റ് അതിലോട്ട് ചപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ മസാല റെഡി ആക്കണം. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കി ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടോ. അപ്പോൾ ദോശമാവ് ചട്ടിയിൽ ഒന്ന് പറന്ന് അതൊന്ന് ചിറ്റിച്ചെടുത്തിട്ടോ. പിന്നെ അത് ആ മസാല ഇതിലോട്ട് വെച്ചെടുത്ത് അപ്പോൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ചട്ടിനി കറി ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി മസാല ദോശ.